എടി പൊന്നെ, എന്തോ നീ ആക്ച്വലി ന്യൂസിലാൻഡ് രജിസ്റ്റേർഡ് നേഴ്സ് അല്ലേ? അതെ. അപ്പോൾ നീ ആക്ച്വലി എന്നെയും കൊണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിൽക്കുവാണോ, അതോ നീ അവിടെ പോയിട്ട് എന്നെ മിസ് ചെയ്തുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് ഓടി വന്നതാണോ? ഇപ്പം ന്യൂസിലാൻഡിലല്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യയിൽ തന്നെയാണുള്ളത്. ഞാൻ ന്യൂസിലാൻഡിൽ എക്സാം എഴുതാൻ പോയ സമയത്ത് എടുത്ത വിഷ്വൽസ് ആണ് കുറച്ച് നാൾ മുമ്പ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തത്. എക്സാം പാസ്സായ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അന്ന് ആ സമയത്ത് എടുത്ത വിഷ്വൽസ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ കുട്ടികൾ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം ന്യൂസിലാൻഡ് പ്രോസസ്സിങ് തുടങ്ങാമെന്ന്. ആക്ച്വലി നിങ്ങൾ ഒരു BSc നഴ്സ് ആണെങ്കിൽ 1800 hours മാത്രം മതി നിങ്ങൾക്ക് ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നൊന്നുമില്ല. പിന്നെ ചിലവിൻ്റെ കാര്യം, ചിലവ് ഞാനൊരു 8 തൊട്ട് ഒരു 10 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ് ആദ്യത്തെ ഏജൻസി കണ്ടുപിടിച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു കടമ്പ ഓസ്കിയാണ്. ഓസ്കിക്ക് ചൂസ് ചെയ്യുന്ന ഏജൻസി കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഫെയിൽ ആയതുപോലെ ഫസ്റ്റ് ഫെയിൽ ആകും. ആക്ച്വലി നമ്മൾ ആദ്യമൊക്കെ ഓസ്കി ഫെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫീഡ്ബാക്കോ റിപ്പോർട്ട് കാർഡോ ഒന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഇഷ്യൂവിൽ നമ്മുടെ ആക്സോൺ കരിയേഴ്സ് ഇൻവോൾവ് ആയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല കുട്ടികൾക്കും റിപ്പോർട്ട് കാർഡ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ആക്സോൺ കരിയേഴ്സ് ചൂസ് ചെയ്തതെന്ന്. ആക്സോണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ജസ്റ്റ് ഒരു ആഡ് ചെയ്തതാണോ, ഇതൊക്കെ സത്യമാണോ, വിശ്വസിക്കാൻ പറ്റുമെന്ന്. ഞാൻ ചുമ്മാ ഒരു ആഡ് ചെയ്തതല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ച് ചോദിക്കുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയുന്നത് ആക്സോൺ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്.